സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പികളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ സാധാരണ പോലെ തന്നെ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ എണീക്കും. ഇപ്പോൾ സുബഹിക്ക് എണീറ്റിട്ട് അപ്പോൾ നിക്കാക്കാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ ഉള്ളിയും അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാക്ക നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവരങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബീഫ് ബിരിയാണിയിലേക്കുള്ള ബീഫും കാര്യങ്ങളൊക്കെ ഒന്ന് വേവിച്ച് വെക്കാമെന്ന് കരുതി. 1.25 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ സൈസോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ബീഫൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതായത് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഒന്ന് കഴുകി എടുക്കട്ടെ, അതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. ബീഫൊക്കെ നല്ല കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വാർത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ അതിൻ്റെ അടുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബീഫിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബീഫ് മുഴുവനായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ല, അപ്പോൾ അതിൽ കിടന്നിട്ടും ബീഫ് നന്നായി വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റോവിലേക്ക് വെക്കാം. പിന്നെ മക്കളൊക്കെ എണീറ്റിട്ടില്ല, അവരൊക്കെ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് വേഗം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണീൻ്റെ ഒപ്പം ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ല കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ നല്ല ഒന്ന് പിഴിഞ്ഞൊഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ മുട്ട ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നാരങ്ങ, ഒരു മുഴുവനെ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മസാല ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഇത് മസാലയാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ, അതാണ് നല്ലത്. ഈ ഉള്ളി നമ്മൾ ഈ ബിരിയാണിയിലേക്ക് വഴറ്റുന്നില്ല കേട്ടോ, മറിച്ച് എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അധികം ഇങ്ങോട്ട് കറുപ്പിച്ചെടുക്കേണ്ട. അപ്പോൾ മസാലയ്ക്ക് ഒരു കയ്പ്പ് രുചി വരും, അതായത് ഉള്ളി ഇങ്ങനെ കഴിക്കുന്ന രുചിയായിരിക്കും.
അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 3 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി നല്ലപോലെ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അരി നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ബിരിയാണിയിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഇക്കാക്കയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, തീ ഒന്നും കത്തിച്ചിട്ടില്ല. എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ടാണ് തീ കത്തിക്കുന്നത്. ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8 എണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 3-4 ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഞാൻ ബീഫ് വേവിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് വെക്കണമെന്ന് കരുതിയതായിരുന്നു. അപ്പോൾ അത് മറന്നുകൊണ്ട് ഈ ഒരു മസാലയിലേക്ക് അവർ ചേർക്കുകയാണ്. പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഒരു 3-4 ടേബിൾ സ്പൂൺ അത്രയും മതി. അപ്പോൾ തൈരിന് അധികം പുളി ഇല്ലാത്ത കാരണം ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4-5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് കേട്ടോ തീ കത്തിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലെയിമൊന്നും കത്തിച്ചിട്ടില്ല. തീ കത്തിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറഞ്ഞ തീയിലിരുന്നിട്ട് ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ പിടിച്ചിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ നല്ല ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നല്ല വെന്ത് അതിൻ്റെ എണ്ണയും നെയ്യൊക്കെ നല്ല തെളിഞ്ഞ് വരണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. നേരത്തെ ബീഫ് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. മസാല നല്ല വെന്തതിന് ശേഷം ബീഫ് അതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇനി അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നാരങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മസാല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഏലക്കായ, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരട്ടെ. മസാലയും ഏകദേശം വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ 3/4 ഭാഗം വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഉൾപ്പെടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ബീഫ് അതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മസാല നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അരിയിലെ വെള്ളമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണിയിലേക്ക് ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുതിനയും ഇഞ്ചിയും സുർക്കയും പച്ചമുളകും ഒക്കെ കൂട്ടിയിട്ട് ഒരു ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ഞാൻ ചിരകി എടുക്കുകയാണ്. അരി തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 75% റൈസ് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. കാരണം നമ്മളിത് ദമ്മ് ചെയ്യുന്നതല്ലേ, അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇതാ നമ്മുടെ മസാലയൊക്കെ ബീഫും കാര്യങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. എണ്ണയും നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. മസാലയൊക്കെ നല്ല ഒന്ന് വെന്ത് ബീഫും കാര്യങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കനൽ വെച്ചിട്ട് ദമ്മ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് കുറച്ച് ലൂസായിട്ട് വേണം മസാല ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇവിടെ കനലും കാര്യങ്ങളും ഒന്നും നമ്മൾ വെച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തു. ഇനി വേവിച്ചിട്ടുള്ള റൈസ് അതിന് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മേലായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മേലായിട്ട് വീണ്ടും കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം അതിന് മുകളിലും കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി, പിന്നെ മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് മേലെ വീണ്ടും ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് അടച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ കനൽ വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ട് അതിന് മേലെ ഇട്ട് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്തു. ഒരു 8 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ട് വെക്കണം കേട്ടോ. 8 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ദമ്പും പൊട്ടിക്കാം. പിന്നെ ഇതാ കുറച്ച് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ബിരിയാണി ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പപ്പടം കൂടി ആവാന്ന് കരുതി. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി ഇതുപോലെ റിങ്ങായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ അച്ചാർ, ചമ്മന്തി, പിന്നെ ഇത് ഈത്തപ്പഴച്ചാറാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഉള്ളിയും തൈരും ഉണ്ടാക്കിയതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ബിരിയാണീൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ 4-5 മാസമായിട്ട് വെള്ളം ഇതുപോലെ കരിഞ്ചീരകം ഇട്ടിട്ട് തന്നെ കേട്ടോ തിളപ്പിച്ച് കുടിക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ ചെറിയ മോനെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ അവനൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കണം. അവന് മറ്റൊരു ഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഇതാ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കും വേണം. അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. കാരണം ഒരു 10-11 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കണമല്ലോ. പെരുന്നാളാകുമ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് ഫുഡൊക്കെ കഴിക്കുമല്ലോ. അക്ഫി അതെടുത്താ, ഇതാലെടുത്താ. അപ്പോൾ അക്ഫീനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം നിക്കാക്കന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഷർട്ടും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് അവൻ ഇടുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഗന്ധം ഇട്ടിട്ടാണ് നോക്കുന്നത്. കാക്കുത മുടിയൊക്കെ വാർന്നെടുത്തിട്ട് യൂണിഫോം ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ അവനിങ്ങനത്തെ ചെരുപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. ഷൂവും കാര്യങ്ങളൊക്കെ ഇടല്. അപ്പോൾ ഇങ്ങനത്തെ ചെരുപ്പ് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അത് കയ്യിൽ നിന്ന് വിടുന്നില്ല. പിന്നെ ഞാനിവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസം ഇത് സേമിയനാണ്. നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറുക്കിയെടുക്കാൻ കാരണം ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം ചേർത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഐസ്ക്രീമും ഈ സേമിയയും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ടായിരുന്നു. കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പിടിച്ചിട്ടുണ്ട് ദമ്മ് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഇക്കാക്ക തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല മയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കില്ല. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് ഇതാ ഇതുപോലൊരു സുഫ്ര വിരിച്ചിട്ട് അതിലൊരു താലം, ഒരു വലിയ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വലിയ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാം ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വട്ടം കൂടിയിട്ട് കഴിക്കാൻ തീരുമാനിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ബിരിയാണി മറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റേതായ രീതിയിൽ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ബിരിയാണി. അപ്പോൾ ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പായസം സെർവ് ചെയ്തത്. പായസം ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറുക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. അതിന് മേലായിട്ട് ഐസ്ക്രീം ഇട്ടിട്ട് കഴിക്കാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പെരുന്നാളിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കൊച്ചു വ്ളോഗായിട്ടോ വീണ്ടും വരാം. അതുവരേക്കും ബൈ.